തിരുവനന്തപുരത്തെ മാളിൽ എസ്എഫ്ഐ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുണ്ടായ സംഘർഷം കഴിഞ്ഞ 2 ദിവസമായി സജീവ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ. എസ്എഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മിഥുൻ റോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇന്നും പുറത്തുവന്നത്. ശംഖുമുഖം മർദ്ദനത്തിൽ നൽകിയ പരാതി പിൻവലിക്കാൻ 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായും ലഹരി കേസിൽ പ്രതിയാക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും എസ്എഫ്ഐ മണക്കാട് ലോക്കൽ പ്രസിഡന്റ് ആദർശ് BS ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒന്നിങ്ങി വാ എന്നൊന്ന് വിളിച്ച് സംസാരിച്ചു. ഞാൻ പോലീസുകാരൻ മിഥുനാണ്. ആ സമയം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കേസ് പിൻവലിക്കലാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ കേസെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്രയ്ക്ക് ദേഹോപദ്രവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പിൻവലിക്കാൻ എന്തായാലും താല്പര്യമില്ല. പിന്നെ പുള്ളിയുടെ സംസാരം മാറി തുടങ്ങി. പിന്നെ എന്നെ കോളർ പിടിച്ച് വലിച്ച് പിന്നെ കണ്ടോളാമെന്നും ഇനി ഇവിടെ ജീവിക്കാനുള്ളവനാണ്, കൊച്ചു പയ്യനാണ്, ഇനിയും അങ്ങോട്ട് നിനക്ക് കേസില്ല മുന്നോട്ട് പോകണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നിരന്തരം ഭീഷണിയായി. പിന്നെ ലഹരി കേസിൽ കൊടുക്കുക ഭീഷണിയായി. മാളിലെ സംഘർഷത്തിൽ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ACP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ഹാൻസെ, ഇക്കാര്യത്തിൽ വീണ്ടും മിഥുൻ റോയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. ഇന്ന് നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളിൽ അത് ഗുരുതരമായിട്ടുള്ള ആരോപണം, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഒരു തരത്തിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, ഒരു സർക്കാർ ജീവനക്കാർ ഒരു തരത്തിലും അഭൂഷണമായിട്ടുള്ളൊരു കാര്യം കൂടിയല്ല. മാത്രമല്ല, ഇപ്പോൾ ഈ കേസ് ത്തിരിക്കുന്നതിലും കൂടുതൽ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ACP റിപ്പോർട്ട് നൽകിയതിൽ എന്തൊക്കെ കാര്യങ്ങൾ വെളിവാക്കുന്നുണ്ട്? എങ്ങനെയാണ് മിഥുനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ഈ ഘട്ടത്തിലുള്ളത്? സംഗീത, ഈ ആരോപണത്തിന് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് ഡിസംബർ 31-നാണ്. പുതുവത്സര പരിപാടിക്ക് വോളണ്ടിയർ ആകാൻ വേണ്ടി 3 SFI പ്രവർത്തകർ, ആദർശ്, അതിനോടൊപ്പം തന്നെ സുർജിത്ത്, വിനയ് പ്രകാശ് എന്നിവർ ശംഖുമുഖത്തെത്തുന്നു. അവിടെ വെച്ചിട്ട് പോലീസ് കൂട്ടമായി ഇവരെ രാത്രി പരിപാടി സമയം അനുവദിച്ചതിലും അപ്പുറം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിക്കുന്നു. ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ജനുവരി 3-ാം തീയതി ഇവർ ശംഖുമുഖം ACPക്ക് പരാതി നൽകുന്നു. പക്ഷേ ഈ പരാതി നൽകിയതിന് പിന്നാലെ നേരിട്ട് ഈ ആരോപണ വിധേയനായിട്ടുള്ള മിഥുൻ റോയ് ഈ ആദർശിനെ വിളിക്കുന്നു. അതിനുശേഷം ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിന് പ്രധാന കാരണം മിഥുൻ റോയുടെ പേര് SI സാധ്യതാ പട്ടികയിലുണ്ട്. ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനക്കയറ്റത്തെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മിഥുൻ ഇവരെ ബന്ധപ്പെട്ടത്. പക്ഷേ അതിനോടൊപ്പം തന്നെ 2 ലക്ഷം രൂപ ഈ പരാതി പിൻവലിക്കുന്നതിന് വാഗ്ദാനം ചെയ്തു. ഈ ശംഖുമുഖത്തുണ്ടായ മർദ്ദനത്തിൽ ഈ 2 SFI പ്രവർത്തകരുടെ ഫോൺ തകർന്നിരുന്നു. ഇത് ശരിയാക്കി തരാമെന്നുള്ളൊരു വാഗ്ദാനവും മിഥുൻ മുന്നോട്ട് വെച്ചു. പക്ഷേ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് ആദർശ് പറഞ്ഞു. പക്ഷേ ശേഷം കനകക്കുന്നിൽ വെച്ച് തമ്മിൽ നേരിട്ട് കാണുകയും മിഥുൻ റോയും SFI പ്രവർത്തകനായിട്ടുള്ള ആദർശും നേരിട്ട് കാണുകയും അവിടെ വെച്ചിട്ട് ആദർശിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഇനി ഈ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലഹരി കേസിലടക്കം പ്രതികളാക്കും, പുറത്തേക്ക് ഇറങ്ങിയാൽ മർദ്ദിക്കും എന്നടക്കമുള്ള ഭീഷണി മിഥുൻ റോയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ആദർശ് ആരോപിക്കുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരാണ് തന്നെ ബന്ധപ്പെട്ടതെന്നും 1,67,000 രൂപ മൊബൈൽ ഫോൺ ശരിയാക്കുന്നതിന് വേണ്ടി തന്നോട് ആവശ്യപ്പെട്ടു എന്നുമാണ് മിഥുന്റെ വാദം. അതേസമയം ഈ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ, ഈ മാളിലെ സംഘർഷത്തിൽ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു പോലീസ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു അന്വേഷണം നടത്താൻ ACPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിൽ വഞ്ചൂർ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ്. പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത്. ഒപ്പം തന്നെ മിഥുൻ ഈ ഇടിവള ഉപയോഗിച്ച് SFI പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും തെളിവായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഈ വകുപ്പുകൾ മാറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു തീരുമാനം സ്വീകരിക്കുക. സംഗീത. ശരി ഹാൻസ്.